കൊലപാതകം ചെയ്ത ആളാണോ? എന്തെങ്കിലും മോഷ്ടിച്ച ഒരാളാണോ? നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ എത്രയോ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്. ഒരു സാധാരണ 100 ഗ്രാമേ ഉള്ള കൊച്ചി. 100 ഗ്രാമാ? ദാണ്ട 100 ഗ്രാം ഇത്രേ ഉള്ളു ചേച്ചി. രേണുസുതി നമുക്ക് ഇതിനകത്ത് അടയ്ക്കാൻ പറ്റുമോ? ചേച്ചി സപ്പോർട്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും കോമഡി ആയിട്ടോ കേട്ടോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹ്യൂമർ സെൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് ഇതൊക്കെ? 100 ഗ്രാം ആയാലും 75 കിലോ ആയാലും മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ശേഷിയും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമായിരിക്കും. അതിനകത്ത് ഈ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നല്ല മനസ്സും വണ്ണം കൂടിയവർക്ക് ചീത്ത മനസ്സും ആണെന്നുണ്ടെങ്കിൽ ചേച്ചിയെ കണ്ടിട്ട് അത്യാവശ്യം വണ്ണം ഉണ്ടല്ലോ. ചീത്തയാണോ മനസ്സ്? കള്ളത്തരങ്ങളും പോരായ്മകളും മാത്രമല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമെന്ന് നിങ്ങൾ ചിന്തിക്കാതെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒന്ന് ഉൾട്ടയടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരവരുടെ സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എവിടെയും വന്ന് പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ പോലും ചോദിക്കത്തില്ല. പക്ഷേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും വിപരീത അഭിപ്രായങ്ങൾ പല സൈഡിൽ നിന്നും കേൾക്കാനും കാണാനും തെളിവ് സഹിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. അതിന് വണ്ണം നോക്കിയൊന്നും ചേച്ചി വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ. കാരണം സൗമ്യ വധക്കേസ് മറ്റേ പീഡനമൊക്കെ നടത്തിയില്ലേ, അവൻ ആ സമയത്ത് ഒരു കൈ പോലും ഇല്ല. ഇത്രേ ഉള്ളായിരുന്നു, ഇത്രയും. ഇപ്പൊ അവൻ ജയിലിൽ കഴിയുന്ന രാവിലെ വാർത്ത ഞാൻ കണ്ടു. ഇനി അത് ചാടിയതാണോ ചാടിച്ചതാണോ എന്നുള്ള കാര്യത്തിന് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ചാടിച്ചതാട്ടെ എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനെക്കുറിച്ചൊരു കാര്യം പറയാം. കാരണം ഇയാൾക്ക് ഒരു കൈയില്ല. ഒന്നാമത്തെ കാര്യം, ഇയാൾ ആ അഴിക്കുള്ളിലെ കമ്പി അറുത്ത്, അതും ഒരു കൈ ഉള്ളവൻ ആ കമ്പി അറുത്ത് അതിനകത്തുനിന്ന് ചാടി. അതേ സെല്ലിൽ വേറൊരു തമിഴിനും ഉണ്ടായിരുന്നു. ആ സെല്ല് വഴി ചാടിയിട്ട് ക്വാറന്റൈൻ വാർഡിന്റെ സൈഡിൽ കൂടെ പോയിട്ട് ജയിലിലെ മതിൽ നമുക്കറിയാലോ, കണ്ണൂർ സെൻട്രൽ ജയിലിലെ മതിൽ എന്റെ വീടിന്റെ മതിലിനെക്കാളിലും വലിയ മതിലാണെന്ന് തോന്നുന്നത്. ആ മതിലിനകത്തൂടെ അകത്തുനിന്ന് തുണി എടുത്തോണ്ട് പോയി. ഈ തുണിയൊക്കെ ഇവർക്ക് അകത്ത് ഇങ്ങനെ മടക്കി വെച്ചാൽ കൊടുക്കൂല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മതിൽ കയറണമെങ്കിൽ ഇത്രയും വലിയ തുണി വേണം. ആ തുണി എല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് മതിലിനകത്ത് ക്ലിപ്പ് ഇട്ടിട്ട് ഒരു കൈ ഉള്ളവൻ വലിഞ്ഞ് മേലോട്ട് കയറി. അപ്പൊ എനിക്ക് എങ്ങനെയായിരിക്കും? ഒരു കൈയോട്ട് പിടിച്ചിട്ട് അടയിൽ കടിക്കുമായിരിക്കും. അല്ലാതെ എങ്ങനെ കയറാനാ? അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് ഈ മുറിവ് കൈയുടെ ഇടയിലോട്ട് കയറ്റി വെക്കുമായിരിക്കും അല്ലേ? ഇങ്ങനെ കയറി ആ മതിൽ വലിഞ്ഞു കയറിയിട്ട് ആ മതിൽ കൂടെ തിരിച്ചെടുത്ത് ചാടി. മിഷൻ ഇമ്പോസിബിൾ. എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ ജയിൽ അധികൃതർ ഇതിന്റെ മറുപടിയൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രം പോരാ. പക്ഷെ CC ക്യാമറയിൽ അയാൾ കവറുമായിട്ട് നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെ ഈ നാട്ടിൽ സംഭവിക്കുന്നത് കേട്ടോ. എന്തായാലും വരട്ടെ നമുക്ക് കാണാം. സെൻട്രൽ ജയിലില്ല, കണ്ണൂർ, വിയ്യൂര്, തലശ്ശേരി, തലവല, പറമ്പ്. ശരിയെന്നാ ബാക്കി നമുക്ക് നോക്കാം. നമ്മുടെ കൈവിട്ടുപോയി. കല്ലെറിയുമ്പോ ഓർക്കണം, അത് കൊള്ളാനുള്ള പ്രാണി അതിനുണ്ടാന്ന്. ജീവിച്ചു പോട്ടെ, ദയവായി ഒരു മനുഷ്യജീവി ജീവിച്ചു പോട്ടെ. അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ. സഹോദരങ്ങളെ, എന്നെ കാണാൻ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. നമ്മളെല്ലാവരും 100 നമ്മള് 100 മാർക്ക് മേടിച്ചിട്ട് ഒന്നും വന്നതൊന്നും അല്ല. ഒരുപാട് തോൽവികളൊക്കെ സംഭവിച്ചിട്ടാ വന്നത്. പക്ഷെ മര്യാദക്ക് ജീവിക്കുന്നതിനകത്ത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനകത്തായിരിക്കും ശരിയായിട്ട് വരുന്നത്. ചേച്ചി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ചേച്ചി ആരാന്ന് എനിക്ക് അറിയത്തില്ല. ചേച്ചിക്ക് ഒരു പാസ്റ്റർ ആവാനോ അല്ലെങ്കിൽ ഒരു വൈദികനാകാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല നല്ല വേർഡ്സ് എല്ലാം വായിൽ നിന്ന് വരുന്നുണ്ട്. ആ രീതിയിലൊക്കെ ചിന്തിച്ച് നല്ല ചിലപ്പോൾ അങ്ങനെ വല്ല ഫീൽഡ് ആയിരിക്കും, എനിക്ക് അറിയത്തില്ല ആരാന്ന്. അങ്ങനത്തെ ഒരു കഴിവുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ പറഞ്ഞ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. പക്ഷെ ഈ കാര്യത്തിൽ അനുഭവം പരിപാടിയായി കേട്ടോ. മേടിച്ച് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജീവിതം പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളത്. അതിനു മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലാതെ അതിന്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ശരിയായിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. 35-ാമത്തെ വയസ്സിൽ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ 10-17 വയസ്സ്, 16 വയസ്സ്, 15 വയസ്സിലെ പിള്ളേർ ജോലിക്ക് പോയിട്ടും വീട്ടിലെ കാര്യങ്ങളും അതും ഇതും പരിപാടികളൊക്കെ ഈ പ്രായത്തിൽ ആൾക്കാർ നോക്കുന്നുണ്ട്. വീട്ടിൽ ഇരുന്ന് അല്ലാതെ വരുമാനം മറ്റേത് ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളവരുണ്ട്. അപ്പോഴാണ് ഇവിടെ 35-ാമത്തെ വയസ്സിൽ ഷോർട്ട് ഫിലിമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുമ്പോഴത്തേന് ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾ അതിനെ കല്ലെറിയല്ലേ, അയ്യോ തെറ്റ് ചെയ്യാത്തവരാരും എന്നെ കല്ലെറിയല്ലേ, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഇറക്കി വിടുന്നത്. എന്തായാലും കൊള്ളാം. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര അയ്യോ ഇങ്ങനെയായിരുന്നോ നിങ്ങൾ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഇങ്ങനെയാണോ നിങ്ങളൊന്നും തോന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കർക്കിടകമൊക്കെ ആയിരുന്നല്ലോ. അപ്പം വാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ബലിതർപ്പണമൊക്കെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്നുമല്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അതായത് നമുക്ക് ആ ഒരു സമയത്ത് അവരെ കുറിച്ച് ഓർക്കാനായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം വെക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഒരു സമർപ്പണമൊക്കെ നടന്നൊരു ദിവസമാണല്ലോ. അതിനുവേണ്ടി
വേണ്ടി ഇഷ്ടം കോടി ജനങ്ങൾ പോകുന്നുണ്ട്. ഞാൻ കണ്ടു ക്യൂ ഒക്കെ നിൽക്കുന്ന ക്യൂ എന്നൊക്കെ വെച്ചാൽ 2-3 കിലോമീറ്റർ ക്യൂ ആണ് നിൽക്കുന്നത്. ആ ക്യൂ നിന്ന് മൊത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അന്നേരത്തെ ഒരു ആവശ്യമായതുകൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ഈ സീരീസ് തുടങ്ങിയ ശേഷം കൊല്ലം സുധി എന്ന് പറയുന്ന ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഇത്രയധികം വിവാദങ്ങൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും അവരുടെ ഫാമിലിയെ സംബന്ധിച്ചും എല്ലാം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കർക്കിടക വാവായപ്പോഴത്തേക്ക് ഒരു ബലിതർപ്പണം എന്ന് പറഞ്ഞ സംഭവം എന്തായാലും നടക്കുമല്ലോ. അതൊരു മരിച്ചിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. അദ്ദേഹത്തെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടടക്കിയെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അദ്ദേഹം ഇപ്പോഴും സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക വേണം. കർക്കിടക ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഓർക്കുന്നതും കൂടി ഒരു സമയമായിരിക്കും. അതിപ്പം ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ഓർത്തിരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചു, അതായത് മൂത്ത മകന്റെ ഈ ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ ശേഷമുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഷോ ഇടുന്നതാണോ? ഹായ് ചേട്ടാ, ഹായ് കിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ സുധിച്ചേട്ടന്റെ ഓർമ്മ ഇതിന്റെ ഇതുകൊണ്ട് ബലിയായിരുന്നല്ലോ, കർക്കിടക വാവായിട്ട് ബലിയൊക്കെ ഇട്ടായിരുന്നു. ഒന്ന് പറയോ എന്റെ ആ ഒരു ഇതൊക്കെ? ഇത് എല്ലാ വർഷവും ഇടുന്നതാണോ? എത്ര മണിക്ക്? രാവിലെ തന്നെ പോയായിരുന്നല്ലേ? എന്തുണ്ടായിരുന്നു? സുധിച്ചേട്ടന്റെ അച്ഛനും അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? അതായത് ഈ ഒരു ഓർമ്മ ദിവസം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇത് ഒരു സൈഡിൽ, അതായത് ഈ അച്ഛനോട് സ്നേഹമുള്ള ഒരു കുടുംബത്തിനും അല്ലെങ്കിൽ ഒരു മകനും ആ ദിവസം ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് 24 മണിക്കൂറും സുധിച്ചേട്ടൻ എന്റേതാണ്, സുധിച്ചേട്ടൻ ഞാനാണ്, സുധിച്ചേട്ടൻ ഞാനിലൂടെ ജീവിക്കുന്നു, സുധിച്ചേട്ടന്റെ പേരിലൂടെ ഞാൻ ഓടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഞാനപ്പോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കി. കാരണം കിച്ചു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കിന് എന്തായാലും ഞാൻ കിച്ചുവിന്റെ അമ്മയാണ്, കിച്ചു എന്നോട് എല്ലാം പറയുന്നതാണ്, കിച്ചുവിന്റെ വളർച്ചയെ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്ന പല പല സ്റ്റേറ്റ്മെന്റുകളും പല ഇന്റർവ്യൂസിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് കയറി തപ്പി നോക്കി. കാരണം എന്തായിരിക്കും ഈ ദിവസത്തെ ഈ പെണ്ണിന്റെ പരിപാടി ഞാനൊന്ന് നോക്കിയപ്പോൾ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം നോക്ക്, ഇന്നേ ദിവസം ഒരു ദിവസം അപ്ലോഡ് ചെയ്തതാണ്, ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള റീൽസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തതാണ്. ഏകദേശം 10 റീൽസ് ആണ് ഇന്നലത്തെ ദിവസം അപ്ലോഡ് ചെയ്തത്. ഈവൻ സ്റ്റോറീസ് ഒക്കെ ഞാൻ ആദ്യം കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, അതുവരെ സ്റ്റോറി ഇട്ട് പ്രൊമോട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഇതിനകത്ത് എവിടെങ്കിലും ഒരിടത്ത് എനിക്ക് ഈ പറയുന്ന ദാനധർമ്മിഷ്ഠയോട് കൂടിയുള്ള ഒരു സ്നേഹത്തെ കാണാനായിട്ട് സാധിച്ചില്ല. മനസ്സിലായ? പിന്നെ വന്നിട്ട് അടുത്ത ഇന്റർവ്യൂ വന്നിട്ട് മെഴുകുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പല കാര്യങ്ങളും എന്നെ പോലുള്ള ഒരുപാട് വ്യക്തികൾ റിയാക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ അടുത്തൊരു ഇന്റർവ്യൂ വരാൻ പോകുന്നത് എന്തോന്ന് അറിയാം? സ്വന്തം വീട്ടിൽ സുധിച്ചേട്ടന്റെ ഫോട്ടോ ബാക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും. സുധിച്ചേട്ടന്റെ ബ്ലഡ് സ്റ്റെയിനും ബാഗ്, തുണി, കുപ്പി, ബോട്ടില്, കൊട, വടി എല്ലാം എടുത്ത് നിരത്തും. ഇത്രയും ഓർമ്മകൾ എന്റെ കയ്യിൽ പോരെ, ഞാനെന്തിനാ കർക്കിടകമായിട്ട് ആലോചിക്കുന്നത്? കർക്കിടകം എന്തിനാണ് ഇരിക്കുന്നത് അല്ലെ? അങ്ങനെയൊക്കെ തന്നെ അത് തന്നെ നടക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനെ തുടർന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ താജുദ്ദീൻ പുള്ളിക്കാരന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. അവിടെ തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ ഒരാളുടെ നിന്നും 50,000 രൂപ മരിച്ചിട്ടുണ്ട്. ആ പൈസ കൊടുത്തിട്ടുണ്ടോ? ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞു. ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി ഒരുപാട് രേഖകൾ എന്റെ ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ? ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാന്ന് പൈസ പിരിച്ചിട്ട്. ഇനി 100 ഗ്രാം ജീവിതം പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് അവരെ നിങ്ങൾ കല്ലെറിയരുത് കേട്ടോ. ഇത് വചനമാണ്, ഇത് മതിലേൽ എഴുതേണ്ട വചനമാണ്. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. അജു വർഗീസ് പറയുന്നില്ലേ, വായിക്കറി വന്നേ. ഓക്കെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നും ഇല്ലാതെ ഇവര് തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തെന്ന്. വെളിപ്പെടുത്തിയ മറ്റേ കാശ് കുറെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ പലരും ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അയച്ചു തന്നു. ഞാൻ ഇത്ര ലക്ഷം രൂപ എടുത്ത് ബൈക്ക് മേടിച്ചു കൊടുത്തോ? അത് ബൈക്ക് ഒരു NS പൾസർ ബജാജ് NS, ഒരു മഞ്ഞ. അതിന് എത്ര ലക്ഷം രൂപയുടെ കാണുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്ര അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. എല്ലാം സുധിയുടെ പേരിലാണ്.
ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ബൈക്ക് മേടിച്ചു കൊടുത്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടാ. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചു. ആരെങ്കിലും ഒരുത്തൻ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ട് കഴിഞ്ഞ് ATM കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത് അവര് തന്നെ പറയുന്നുണ്ടല്ലോ, അവിടെ ഇരുന്നുണ്ട്. അവർക്ക് ഇതിന്റെ നിയമവശങ്ങൾ അറിയത്തില്ല. ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് കിട്ടിയെന്ന്. എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന രേഖകൾ ഹാജരാക്കണം. അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട്, ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന, ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതിക്കുണ്ടോ അവർക്കെല്ലാം കിട്ടും പൈസ. ഡൈവോഴ്സ് ചെയ്യാത്തവർക്ക്. നിലവിൽ ഇവര് നിയമപരമായി മാരീഡ് അല്ലല്ലോ അല്ലെ? അവര് ഒരു മറ്റേ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. അതുള്ളതാണോ? അവിടെ ഞാനിപ്പോ വിവരാവകാശം ചോദിക്കാതിരിക്കുക സബ് രജിസ്ട്രാർ ഓഫീസിൽ. വല്ല കാര്യമുണ്ടോ? അവസാനം പണി മേടിച്ച് കൂട്ടുന്ന പരിപാടിയായിരിക്കും വന്നോണ്ടിരിക്കുന്നത്. ലീഗലാണെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടായിരുന്നു. ഇനിയിപ്പം അതിന്റേതാണ് വിവരാവകാശം കൊടുത്തിട്ട് വരുന്നൊരു സംഭവം ഉണ്ട്. ഇനി അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അറിയാം ഇത് ഏത് രീതിയിലേക്ക് എങ്ങനെയായിരിക്കും പോകുന്നുള്ളൊരു കാര്യം. ഇനി ഈ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂവിൽ എവിടെയും ഈ പറഞ്ഞ ഇവർക്ക് പൈസ കിട്ടിയെന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ അങ്ങോട്ട് വാ തുറന്ന് അങ്ങോട്ട് ചോദിച്ചു അവരങ്ങനെ പറഞ്ഞോ, അവനാരാ എന്റെ തന്തയാണോ അതിനെ കുറിച്ച് ചോദിക്കാനായിട്ട്? അവന് പൈസ വല്ല കിട്ടണോ? എന്റെ ഭർത്താവ് മരിച്ച പൈസയല്ലേ? എന്റെ ഭർത്താവിന്റെ കാരുണ്യത്തിൽ കിട്ടുന്ന പൈസ അതിന് അവനെന്തോ വേണം? അവന്റെ അങ്ങനെയൊക്കെ പല ഈ വാബോയ കോടാലി കണക്ക് പറയുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഓരോ തിരിച്ചടികളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പല കാര്യങ്ങൾക്കും അവരൊരു പെൻഡിങ് ഡിസിഷനകത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഈ കാണിക്കുന്ന പരിപാടി തന്നെ. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കൂടെ നിൽക്കുന്നവർ പറയുന്നവരെല്ലാം വേദവാക്യമാണെന്ന് എടുക്കരുത്. നിങ്ങളുടെ ഒരു സ്വന്തം സെൻസിനകത്ത് ചിന്തിക്കണം. കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ പബ്ലിസിറ്റി, നിങ്ങളുടെ ക്യാമറ, നിങ്ങൾ കുറെ പേര് ക്യാമറ വന്നു ചേച്ചി അത് പറ, ചേച്ചി ഇത് പറ എന്ന് പറയുന്നത് അവർക്ക് വ്യൂസിന് കിട്ടും. അവർക്ക് വ്യൂസ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഈ വ്യൂസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ജീവിക്കണ്ടേ? രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജീവിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ നാട്ടുകാർ നോക്കുന്ന വേറൊരു രീതിയിലായിരിക്കും. ആ ഒരു രീതി നോക്കിയിട്ടാണോ ജീവിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു അറുതി വരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ നല്ലതാണ്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി തരാണ് ഈ അലൻ ജോസ് പെരേര തുടങ്ങിയവരെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ അവനൊക്കെ ഒരു പൊട്ടനാണ് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ആ സെൻസിൽ എടുക്കത്തുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല. ആ ഒരു സെൻസിലായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് സംസാരിക്കേണ്ട രീതി സംസാരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം തന്നെ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തോ കാണിക്കുന്നത്. അടുത്തൊരു വോയിസ് ക്ലിപ്പ് കാണിച്ചുതരാം. ചുമ്മാ ഒന്നും ഞാൻ പറയത്തില്ല. ഇതൊക്കെ വെളിപ്പെടുത്തണം. ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഫോണിലേക്ക് മരിക്കുന്ന ദിവസങ്ങളിൽ എത്ര കോള് പോയിട്ടുണ്ടെന്ന് നോക്ക്. രാവും പകലും രാത്രിയിലൊക്കെ തുരുതുര വിളിച്ചോണ്ടിരുന്നു. നിങ്ങൾ അന്വേഷിക്ക്. ആരാ വിളിച്ചോണ്ടിരുന്നു? ആരായിരിക്കും വിളിച്ചെന്ന് അന്വേഷിക്ക്. തുരുതുര വിളിച്ചോണ്ട് ഇന്ന് വന്നേ പറ്റത്തുള്ളൂ, രാത്രി വന്നേ പറ്റത്തുള്ളൂ. വിളിച്ചോണ്ടിരുന്നപ്പം അവരവിടെ കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ അവരെ റൂമിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ രാവിലെ വന്നിരുന്നേ മതി, അപകടം ഉണ്ടാകത്തില്ലായിരുന്നു, ഉറപ്പായിരുന്നു. തുരുതുര വിളിച്ചോണ്ട് ഇപ്പൊ ഞാൻ പ്രോഗ്രാം പോകുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചു പറയാം ഇന്ന് തന്നെ വരണം, രാത്രി തന്നെ വരണം. എന്റെ ഭാര്യ അതെന്തിനായിരിക്കും എന്നാലും വിളിച്ചോണ്ടിരുന്നത്? ഇന്ന് തന്നെ വന്നേ പറ്റത്തുള്ളൂ, ഇപ്പൊ തന്നെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ട് എന്തിനായിരിക്കും അത്? അത്യാവശ്യം വല്ലതും കാണുമായിരിക്കും ഇല്ലേ? എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കുമല്ലേ വിളിച്ചത്? അറിയത്തില്ല. ഇനിയിപ്പോ അതിനകത്തെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ആരും വരുത്തൂല്ല. പക്ഷെ എന്നാലും എന്തിനായിരിക്കും? എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കും. കുടുംബമല്ലേ, ജീവിതമല്ലേ. എന്റെ കാര്യം പറയുന്നത്. എന്നെ വിളിച്ചോണ്ടിരുന്ന ഞാൻ ചിലപ്പോ അലട്ടി രാത്രി തന്നെ ഞാൻ വരാൻ ശ്രമിക്കും. എന്റെ പൈപ്പന്റെ പറയല്ലോ എവിടെയും ദൂരെ പ്രോഗ്രാം വേണമെങ്കിൽ പിന്നെ റൂം എടുത്ത് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ വരാൻ പറയും എന്റെ ഭാര്യ പറയും എന്നോട്. അല്ലെങ്കിൽ വണ്ടി ഞാൻ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ വരും. അതിപ്പം ചേട്ടന്റെ ഭാര്യ എന്ന് മാത്രമായിരിക്കത്തില്ല, ഒരുവിധം എല്ലാവരുടെയും ഭാര്യമാർ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു രാത്രി 10 മണി 11 മണിക്കൊക്കെ ശേഷം ഡ്രൈവ് ചെയ്താണ് വരുന്നതെങ്കിലോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്റ്റേ ചെയ്യുക. ചെയ്തതിന് ശേഷം രാവിലെ വന്നാൽ മതിയായിരിക്കും. രാത്രി ഡ്രൈവ് ചെയ്യേണ്ട. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഉറക്കം തുടങ്ങിയ ഇഷ്യൂസ് മൂലമുള്ള ആക്സിഡന്റ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇച്ചിരി നല്ല മേജർ ആക്സിഡന്റ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ, അതും വലിയ വാഹനങ്ങൾ കൂടുതൽ നിരത്തിലിറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാലും ഞാൻ രാത്രി പുറത്തോട്ട് അയ്യോ വേടാ രാത്രി വണ്ടിയുണ്ട്, ആ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ നമുക്കറിയാം എങ്ങനെ പോകണമെന്നൊക്കെ അറിയാം. എന്നാലും നമ്മൾ മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനും അതുപോലെ നോക്കിയാലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുള്ളൂ. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു കാൽക്കുലേഷൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ പറഞ്ഞ അച്ഛനും അമ്മയുടെയും ഭാര്യയുടെ എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ.
അത് കൃത്യമായിട്ട് മനസ്സിലുള്ളവർ എന്തുമായിരിക്കും പറയുന്നത്, മതി നീ കിടന്ന് ഉറങ്ങ്, ഇന്ന് മൊത്തം പരിപാടി അല്ലായിരുന്നോ, പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, അത്രയും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ വന്നാൽ മതി. അവർ എന്തോ ചെയ്യും, അപ്പം നമ്മുടെ ഹെൽത്തിൽ അവർ നല്ല കൺസേൺ ആയിരിക്കും, അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനും കാര്യങ്ങളെല്ലാം നിലനിർത്തി പോകണം എന്നുള്ളൊരു കൺസേൺ ആയിരിക്കും ആ കാണിക്കുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ വന്നേ പറ്റൂ, പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വണ്ടി കയറി ഇപ്പൊ തന്നെ ഇവിടെ എത്തണം, ഇപ്പൊ തന്നെ ഇവിടെ എത്തണം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ? അതെന്തിനായിരിക്കും എന്നാലും എന്തായാലും നമുക്ക് അറിയത്തില്ല. ഞാനിപ്പോ ഇത് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, മറ്റേ 100 ഗ്രാം അല്ലേ ഉള്ളൂ, കല്ലെറിയല്ലേ, ജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നവർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിന് പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എടുത്ത് നോക്കണം. നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.